ഇത് തമിഴന്റെ മാലയാണോ? എന്താ മാല? ആരാ എഴുതിയിരുന്നു കേട്ടോ? തമിഴനോ? പൊന്നാനി തമിഴ്നാട്ടിലാ? നിങ്ങളെ തമിഴ്നാട് പറഞ്ഞ പൊന്നാനിയാ? കേട്ടോളി, ഇത് പുതിയ മൊഹീദ്ദീൻ മാല എന്ന നേർച്ച ഫാട്ടാകുന്നു. അങ്ങനെ തന്നെ വായിക്കാം. ഈ നേർച്ച ഫാട്ടിനെ പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടിയാൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. തമിഴനല്ല, തമിഴന അണ്ണാച്ചിയല്ല. ഇതാരുണ്ടാക്കിയതാ? പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി. മുമ്പുള്ള മൊഹീദ്ദീൻ മാലയിൽ ഫെടാത്ത ഇയാള് കേൾക്കാനാ പറയണത്. ഇയാൾ പറഞ്ഞില്ലേ ഞങ്ങളെ മാലയിലില്ല, നിങ്ങളെ മാലല്ലാത്ത വേറെ മാലുണ്ട്, അതിനാ പുതിയ മൊഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. അത് തമിഴുണ്ടാക്കിയതല്ല. പഴയ മൊഹീദ്ദീൻ മാലയിൽ, മുമ്പുള്ള മൊഹീദ്ദീൻ മാലയിൽ ഫെടാത്ത പല കശ്ഫ് കറാമത്തുകളും മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ പേരുകൾ 99 ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റില ഇല്ല. മൊഹീദ്ദീൻ ശൈഖിന് 99 പേരുണ്ട്. കാരണം അള്ളല്ലേ, അള്ളാഹ്ക്ക് 99 ഉണ്ടെങ്കിൽ എനിക്കുണ്ട് 99. കുറയാൻ പറ്റൂലല്ലോ, 98 പോയരുതല്ലോ. അപ്പൊ ശിർക്ക് കുറച്ച് കുറഞ്ഞു പോകൂലേ? അതിന്റെ ആ ഡിഗ്രി കുറയരുത്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ട്. തീർന്നോ? തങ്ങളെ പേര് പറയുന്നവർക്ക് അള്ളാന്റെ പേരിനെ ചൊല്ലിയ സവാബിനെ കിട്ടുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പേര് പറയുന്നവർക്ക് അള്ളാന്റെ പേര് പറയുന്നതിന്റെ സവാബാണ്. എന്നാല് മൊഹീദ്ദീൻ 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 എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? അല്ലാ 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 എന്ന് പറഞ്ഞ പോലെയാണ്. മനസ്സിലായില്ലേ? തീർന്നില്ല. ഇനി ഇതിന്റെ കൂലി കേട്ടോളി. ഇതിനെ പാടുന്നയും അഥവാ ഇതിനെ പാടുന്നയും സൂക്ഷിക്കുന്നയും തലങ്ങളിൽ, പാടണ്ട, അതിങ്ങനെ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ മതി. സൂക്ഷിക്കുന്നയും തലങ്ങളിൽ പല ബർക്കത്തുകളും മറ്റും ഉണ്ടാകും. ലാ ശക്ക ഫീഹി, അതിലൊരു സംശയവുമില്ല. കേട്ടോളി ഇതിന്റെ അടിഭാഗം. ഇതിനെ പൊന്നാനി മഹ്ദൂം, പുതിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാരും, കൂടിയമ്മ കാനകത്ത് അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരും കൂടി പരിശോധിച്ച് ഖത തീർത്തതാകുന്നു. ഇത് പരിശോധിച്ച പണ്ഡിതന്മാരാ, അണ്ണന്മാരാ, തമിഴനാ? എന്താ പേരോടെ? അല്പൊക്കെ ഒരു കളവ് പറയുമ്പോ ഈ ജനങ്ങൾ ഇത് കേൾക്കൂലേ? മുപ്പര് വിചാരിച്ചില്ല നമ്മൾ ഈ യന്ത്രം കൊണ്ടുവരുന്നു. ഇതൊരിക്കലും വിചാരിച്ചില്ല. വിചാരിച്ച എന്താ അടിച്ചു വിട്ടാണ് പോകാന്നാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി ഇതിന്റെ പോലീസ് കേൾക്കണോ? കൊല്ലൊക്കെ പറഞ്ഞുതരാം. ഹിജറ 1348 റജബ് 30 ഈസവിയ അഥവാ ക്രിസ്തുവർഷം 1930 ജനുവരി 1 ബുധനാഴ്ച തിരൂരങ്ങാടി നഗരം പരുപ്പാറപ്പുറത്ത് പൊറ്റയിൽ മുഹമ്മദ് എന്നവരുടെ മിസ്ബാഹുൽ ഹുദ എന്ന അച്ചുകൂടത്തിൽ വെച്ച് അച്ചടിക്കപ്പെട്ടതാകുന്നു. ഏത് അച്ചുകൂടത്തിൽ? ആ പ്രസിന്റെ പേര് വരെയുണ്ട്. നോട്ടീസ്, ഇതിനെപ്പറ്റിയുള്ള നോട്ടീസ്. ഈ പുതിയ മൊഹീദ്ദീൻ മാല എന്ന നേർച്ചപ്പാട്ട് പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി എന്നവരാൽ ഉണ്ടാക്കപ്പെട്ടതും തമിഴൻ മാലയല്ല, കള്ളത്തരീക്കത്തുകാരന്റെ മാലയല്ല, തമിഴൻ മാലയല്ല. തന്റെ പകർപ്പവകാശം പൊന്നാനി UM അബ്ദുള്ള ആയ എനിക്ക് പുതുതായി സിദ്ധിച്ചതും എന്റെ സ്വന്തം ചിലവിന്മേൽ തിരൂരങ്ങാടി മിസ്ബാഹുൽ ഹുദ പ്രസ്സിൽ നിന്ന് അച്ചടിപ്പിക്കപ്പെട്ടതുമാകയാൽ, മിസ്ബാഹുൽ ഹുദ പ്രസ് മുജാഹിദിന്റെ പ്രസ്സൊന്നല്ലോ, പഠിച്ചു വെച്ചോ, അച്ചടിക്കപ്പെട്ടതുമാകയാൽ മേലിൽ ആർക്കും എന്റെ രേഖാമൂലം സമ്മതം കൂടാതെ അച്ചടിക്കുവാനും അടിപ്പിക്കുവാനും പാടുള്ളതല്ലെന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന് UM അബ്ദുള്ള ആൻഡ് കമ്പനി, പൊന്നാനി, മലബാർ, തമിഴ്നാടല്ല, തമിഴനല്ല. എന്നിട്ട് ഈ മാലിൽ എന്താ പറഞ്ഞ്? കൊട്ടയുണ്ട് തട്ടി. കൊട്ടയുണ്ട് തട്ടിയില്ലേ? അന്ന് പിടിച്ച റൂഹുകളൊക്കെ ഈ മുണ്ടാന്ത കൊട്ടയിൽ നിന്ന് റൂഹ് ഇങ്ങനെ താഴത്തേക്ക് വരുന്നേ. മൂപ്പർക്ക് അംഗീകരിക്കാൻ കഴിയണില്ല. മൂപ്പര് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കൂല, പച്ചക്കള്ളമാണ്, കള്ളത്തരീക്കത്തുകാരനാണ്, തമിഴനാണ്. നിങ്ങളെ കള്ളത്തരീക്കത്തുകാരൊക്കെ ഇത് അംഗീകരിച്ച പുസ്തകങ്ങളത്. ഇതെന്താന്നറിയങ്ങള്? ഇത് നിങ്ങൾ പറയല്ലേ ഞങ്ങളെ മാലയിലൊന്നുമില്ല, നിങ്ങളെ മാലയിലുണ്ട് എന്നാ പറയുന്നത്. ആരാ പറയണത്? റിഫാഴി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആര്? KVM ബന്താവൂര്, നേരത്തെ പറഞ്ഞ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ. മൂപ്പരിതിൽ പറയണത് ഇത് ശത്രുക്കൾ കെട്ടിച്ചമച്ചതല്ല. ഏത്? കൊട്ടതട്ടിയ കഥ മുജാഹിദുകൾ കെട്ടിച്ചമച്ചതല്ല. കാരണം ഇതിന് അടിത്തറയുണ്ട്, ഇതിന് അടിത്തറയുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയുമായി പൊരുത്തപ്പെടാത്ത ചിലത് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ വയ്യ. അപ്പൊ ഇയാൾ എന്താ പറഞ്ഞത്?
ഇത് അംഗീകരിക്കാൻ കഴിയൂല, എന്നാ മാലിയിലില്ല എന്ന് പറഞ്ഞോ, ഉണ്ട്, പക്ഷെ നമ്മളെ വിശ്വാസമായിട്ട് പൊരുത്തപ്പെടൂല എന്നാ പറഞ്ഞത്. ഇനിയോ അപ്പൊ ഇയാള് പണ്ണനാ, ഇയാള് കള്ളത്തരീക്കത്തുകാരനാ, നീ ഉസ്താദിന്റെ തന്നെ ആയിക്കോട്ടെ. ധാരാ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര്, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ഫതാവ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം മൂപ്പരോടൊരു ചോദ്യം. പേരോട് ശരിക്ക് പഠിച്ചു വെച്ചോ. പേരോടിനെ അന്ധമായി താങ്ങി നടക്കുന്ന വല്ല കുട്ടികളുമുണ്ടെങ്കിൽ അവരും നോട്ട് ചെയ്ത് വെച്ചോ. എന്താ ഇതിൽ പറയുന്നത്? ചോദ്യം ശരിക്ക് ശ്രദ്ധിച്ചോളണം. ഇതിൽ പറയുന്ന ആശയം ശരിയല്ല എന്നല്ല ഇപ്പൊ ഇയാൾ പറയണത്. എന്നാ ആശയം ശരിയാണെന്ന് ആര് പറയണത്? നെല്ലിക്കുത്ത് പറയണത്. കേട്ടോളി ചോദ്യം. ഇത് മൂപ്പരോട് ചോദ്യം, ഉത്തരവാണ്. ചോദ്യം: മുഹീദ്ദീൻ മാലയിൽ വലിയ ഒരു ഖാദിം മൗത്തായ നേരത്ത് എന്ന് തുടങ്ങുന്ന വരികളിൽ മരണപ്പെട്ട ഒരു ഖാദിമിന്റെ റൂഹ് ശൈഖ് അവറുകൾ അസ്റായീലിനോട് പിടിച്ചു പറിച്ചു എന്നും അസ്റായീൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ പരാതി ബോധിപ്പിച്ചുവെന്നും കാണുന്നു. ഇത് വിശ്വസനീയമാണോ? നെല്ലിക്കുത്തിനോടുള്ള ചോദ്യം. ഉത്തരം: ഇന്നത്തെ മുഹീദ്ദീൻ മാലയിൽ ഈ വരികൾ ഇല്ല എന്ന് പറഞ്ഞാല് ഇവരുടെ പഴയ മുഹീദ്ദീൻ മാലയില്ല. ഇതാരുടെയോ സൃഷ്ടിയാണ്, ഇതാരോ ഉണ്ടാക്കിയതാണ്. ശരി, അതിൽ നമുക്കും തർക്കല്ല. ആരോ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയ ആളെ പേരും ഞാൻ പറഞ്ഞു, കൊല്ലവും പറഞ്ഞു. ഇതിൽ ആശയത്തിന് തകരാറുണ്ടോ? കേട്ടോളി. ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല. ഇതിൽ വിശ്വസിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. വിശ്വസനീയമായിട്ടൊന്നുമില്ല എന്നല്ലോ, അവിശ്വസനീയമായി ഒന്നുമില്ല. എന്താ അതിന് ഇത്ര കുഴപ്പം? മൂപ്പര് ചോദിക്കാണ്. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് അള്ളാഹുവിന്റെ ഔലിയാവും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കളും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. അപ്പൊ പിന്നെ എന്തായി? മലക്കുകളെക്കാൾ ശ്രേഷ്ഠതയുള്ള ആൾക്ക് എന്ത് ചെയ്യാ? മലക്കിനെ അടിച്ചിട്ട് അയാളെ കയ്യിൽ നിന്ന് തെറിപ്പിച്ച് റൂഹിന് പിടിക്കാലോ. അപ്പൊ ഇതിൽ അവിശ്വസനീയമായിട്ട് ഒന്നുമില്ലാന്ന് സ്വന്തം ഉസ്താദ് പറയുമ്പോ ശിഷ്യം പറയണ് ഏതോ തമിഴൻ, ഏതോ അണ്ണമച്ചി, ഏതോ കള്ളത്തരീക്കത്തുകാരൻ. നിങ്ങളെ ഉസ്താദിന്റെ പേരാപ്പതൊക്കെ കള്ളത്തരീക്കത്തുകാരൻ, തമിഴൻ. നിങ്ങൾ ഉസ്താദിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അത് മോശമായി പോയി പേരോടെ. അല്ലേ? ഇങ്ങനെയാണോ ഉസ്താദിന് പേര് കൊടുക്കേണ്ടത്? ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, എന്താണ് ഈ പറഞ്ഞുകൊണ്ടുവന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേറൊരു പുസ്തകത്തിൽ തന്നെ കാണാം വഹാബി പ്രസ്ഥാനം ഒരു സമഗ്ര പഠനം. ഇതിലും ഇതിനെ അംഗീകരിക്കാണ്. പേരോടൊന്ന് എഴുതി വെച്ചോട്ടെ, ഈ കുട്ടികൾക്കൊന്നും മനസ്സിലായിക്കോട്ടെ. ചിലപ്പോ മൂപ്പർക്ക് ചിലപ്പോ തിരക്കിലൊന്നും വായിക്കാൻ നേരം കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണല്ലോ. വഹാബി പ്രസ്ഥാനം ഒരു പഠനം. ഈ പുസ്തകം വാങ്ങുക. ഇതാരതാ? ഞങ്ങളതല്ല, ഹംസക്കോയ ബാക്കവി മുന്നിയൂര്. ആ മുന്നിയൂർക്കാരൻ എഴുതിയതാണ്. അതിന്റെ 46-ാമത്തെ പേജിൽ കാണാം. കേട്ടോളി. മലക്ക് അസ്റായീലിനെ പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നവർ. വൈദ്യശേഖിന്റെ പോരിശാഹ. മലക്ക് അസ്റായീലിനെ പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നവർ. അങ്ങനെ മുജാഹിദീങ്ങൾ നമ്മളെ പറ്റി പറയുന്നുണ്ട്. എന്ത്? ബല ഔലിയാക്കന്മാര് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരാണ്. കൂട്ടത്തിൽ പറഞ്ഞതാണെന്ത്? മരിച്ചവർക്ക് മലക്ക് അസ്റായീലിനെ പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുത്തവർ. എന്നിട്ട് അതിന് മൂപ്പരെ കമന്റ് എന്താന്ന് കേട്ടോളി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമല്ല എന്നല്ലേ മൂപ്പര് പറയേണ്ടത്? ഇയാളെ പോലെയാണെങ്കിൽ അയാൾ എന്താ പറയേണ്ടത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമല്ല, അസ്റായീലിന്റെ കയ്യിൽ നിന്ന് കൊട്ട തട്ടുന്നു, ഞങ്ങൾക്ക് വിശ്വാസമല്ല എന്നല്ല പറയേണ്ടത്. പക്ഷെ ഇയാൾ എന്താ പറഞ്ഞിരുന്നറിയോ? കേട്ടോ, ഇത് എല്ലാ അർത്ഥത്തിലും ഔലിയായിനെയും അവരുടെ കഴിവുകളെയും പരിഹസിക്കൽ തന്നെയാണ് എന്നതിൽ സംശയമില്ല. കാരണം മഹത്തുക്കളായ ഔലിയാക്കളുടെ മാലകളിലും മൗലീദുകളിലും പറഞ്ഞ കാര്യങ്ങളാണ് ഈ ആധുനിക വഹാബി പരിഹസിക്കാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇതിനെ പരിഹസിച്ചപ്പോ മൂപ്പരുടെ മറുപടി എന്താ? ഇതൊക്കെ മാലിയിലും മൗലീദിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ആധുനിക വഹാബി പരിഹസിക്കാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇയാളുടെ വാചകത്തിൽ നിന്ന് എന്ത് കിട്ടി? ഇതൊക്കെ ഞങ്ങളെ മാലിയിലും മൗലീദിലും ഉള്ളത് തന്നെയാണ്, അതിനെ നിങ്ങൾ പരിഹസിക്കേണ്ടതില്ല, ഞങ്ങളത് അംഗീകരിക്കുന്നു എന്നല്ലേ? അല്ലേ പേരോടെ? മിസ്റ്റർ പേരോട് അല്ലേ? അല്ലേ? അതിനാണ് ഈ പുസ്തകം വായിക്കുന്നത്. അപ്പോ വളരെ കൃത്യമായിട്ട് വഹാബിസം ഒരു പഠനം എന്നുള്ള പുസ്തകത്തിലും ഈ ആശയം സ്ഥിരീകരിച്ചു. അപ്പൊ ഇയാളും തമിഴൻ, കളതരീക്കത്തുകാരൻ അല്ലേ? പച്ചക്കള്ളം പറയുന്ന ആള്. ഇതാണ് ഇവരുടെ കോലം. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തില് ഇവർക്ക് ഒരു കാര്യം പറയുമ്പോഴും സഹിക്കണില്ല. ഞങ്ങൾ സുഹൃത്തുക്കളെ പലപ്പോഴും
പല കറാമത്തും ഞങ്ങൾ വായിക്കലില്ല അതുപോലത്തെ. ഇനിയിപ്പോ പേരോട് നിഷേധിക്കോ, ഞങ്ങൾക്ക് ഇങ്ങനെ വിശ്വാസമല്ല. അപ്പൊ അറബിക് കിതാബ് കൊണ്ടുവരും. ഞാൻ അറബിക് കിതാബിന്റെ പേരും പറഞ്ഞുതരാം. തഫ്രീഹുൽ ഖാത്തിർ. അതിൽ ഈ കഥല്ലേ, ഇത് അവിടുന്ന് എടുത്തതാണ് ഈ മാലിയിൽ പറയുന്നത്. നിങ്ങളെ ഭാഷയിലെ തമിഴൻ മാലയിൽ അടുത്ത വരി കേട്ടോ. എന്താ ഈ വരിയാണ് പറഞ്ഞിട്ട് മൂപ്പര് പറയണേ, കൊടുക്കും വിശേളത്തെ തഫ്രീഹുൽ ഖാത്തിറിൽ കുരീരി ഫാഴിയണ്ടെന്തേനൽ ശൈഖാനോർ. ഇത് തഫ്രീഹുൽ ഖാത്തിറിലുള്ളതാണ്. അതാരെ എഴുതിയതാന്നൊക്കെ നീ ഉസ്താദിനോട് പോയി ചോദിച്ചോക്ക്. എന്നിട്ടില്ലെങ്കിൽ ഇല്ലാന്ന് പറ. എന്നിട്ട് പറയത് ഏതോ തമിഴൻ തഫ്രീഹുൽ ഖാത്തിർ തമിഴൻ എഴുതിയതാ. നീ എന്താ കൂട്ടരെ വേണ്ടത്? കളവ് പറയുമ്പോ സൂക്ഷിച്ചു പറയണം.